ദിവ്യാത്മാവേ
അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ സഭയുടെ വിവേചന അധികാരത്താൽ നടക്കുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയവിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവപിതാവേ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്വസ്ഥമായ സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം കർത്താവേ. ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ അജയ് ജെയിംസ് തോമസ് പള്ളിക്കത്തോട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മാതാവ് എനിക്ക് തന്ന ആ അനിതസാധാരണമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമേ എൻ്റെ തോളിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. ആൾക്കാർ പറയും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ലായിരുന്നു. ഒരു ദിവസം കൃപാസനം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മി വെറുതെ കൈ വെച്ചിട്ട് ജസ്റ്റ് സ്പർശിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ നിമിഷം തന്നെ ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ അടിയിൽ നിന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്തോ അഗ്നി ഇറങ്ങുന്ന പോലെ എന്തോ എൻ്റെ ആ ഒരു മുഴയിലോട്ട് വന്നിട്ട് അത് ചൊട്ടിപ്പോയി. അതാണ് ആദ്യത്തെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം ഈ കൃപാസനത്തിൽ നൊവേന പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ എവിടെയാണോ രോഗമുള്ള അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പം അതനുസരിച്ച് ഞാൻ എൻ്റെ പല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് അതിനകത്തൊരു കുറ്റി മാത്രം അവശേഷിച്ചു. രാവും പകലും വേദന മാത്രം. അപ്പം ഇങ്ങനെ നൊവേന പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതനുസരിച്ച് എൻ്റെ പല്ലിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചേ, കൃപാസനത്തിൽ എന്നെക്കാളും ഇതുപോലെ 100 കൂട്ടം വേദന അനുഭവിക്കുന്ന എത്ര പേര് വരുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ അവിടെ പുതിയൊരു പല്ല് മുളച്ച് വന്നിരിക്കുന്നത് മാത്രമല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന പല്ലിനെ അതേ രീതിയിൽ ഒരു വ്യത്യാസം പോലുമില്ല. ആൾക്കാർക്കത് നിർമ്മിച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല, അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പല്ല് അവിടെ സൃഷ്ടിച്ചു. ഇപ്പോഴും എനിക്കിതുവരെ അത് കഴിഞ്ഞിട്ട് പല്ലുവേദന ഉണ്ടായിട്ടില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം തീരുമായിരുന്നു വേനൽക്കാല സമയത്ത്. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മാതാവ് എന്നോട് പറഞ്ഞു നീ പോയി ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുക ഈ കിണറ്റിന് ചുറ്റും. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, രണ്ടാമത്തെ ദിവസം പോയി, മൂന്നാമത്തെ ദിവസം പോയി. എന്നിട്ടും എനിക്ക് ഒരു വിശ്വാസം മൊത്തമായിട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഞാൻ അതിൻ്റെ പുറത്ത് ഉപ്പും അവസാനം 7 പ്രാവശ്യം വലം വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞിട്ട് ഉപ്പും വെതറും. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. 7ാമത്തെ ദിവസത്തെ 7ാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീരുന്ന സമയത്ത് ആകാശ വിസ്ഫോടനമുണ്ടായി, വലിയ മഴ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത് പണ്ടത്തെ എലീശ പ്രവാചകൻ്റെ ആ വിധവയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അവരുടെ പാത്രത്തിൽ മാവും എണ്ണയും പറ്റാത്തതുപോലെ ഞങ്ങൾക്ക് വെള്ളവും ഞങ്ങളുടെ കിണറ്റിൽ ഇതുവരെ പറ്റിയില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതുപോലെ രണ്ടാമത്തെ കാര്യം, എനിക്കിതുവരെ ഞാനിപ്പോൾ PhD വരെ എത്തി. ഞാൻ IIT ബോംബെയിലാണ് PhD ചെയ്യുന്നത്. പക്ഷേ സത്യമായിട്ട് പറയട്ടെ, ഞാനൊരു പമ്പര വിട്ടിയാണ്. എന്നിട്ടും എൻ്റെ കർത്താവ് തൻ്റെ കൃപയാൽ എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട്, കൃപയാലുകൊണ്ട് മാത്രമാണ് എനിക്കിതുവരെ എത്താൻ വേണ്ടി പറ്റിയത്. അതിനകത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഇങ്ങനെ എന്നെ തന്നെ ഇല്ലാതാക്കി പറയുന്നതിനകത്ത്. കാരണം എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞിട്ട് IIT അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് എനിക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ജോലിക്കാര്യമാണ് പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി. അതുകൊണ്ട് അത് പപ്പ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ PhDയുടെ അഡ്മിഷൻ നടക്കുമ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപമായിട്ട് പോയി. ആ അഡ്മിഷൻ സുഖം പുല്ലുപോലെ
അതായത് ദൈവം നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയണ്ടായിരുന്നു. ദൈവം നമ്മളെ അത്രമാത്രം സ്മാർട്ടായിട്ട് അതിനകത്തൂടെ കൊണ്ടുപോയി. ആ IIT ബോംബെയുടെ ആ പരീക്ഷയിൽ 3rd റാങ്കാണ് എനിക്ക് കിട്ടിയത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നാലാമത്തെ കാര്യം, എൻ്റെ അനിയന് ജോലി ഇല്ലായിരുന്നു. അനിയന് ഒരുപാട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സമാധാനപൂർവവും ശാന്തവുമായ ജോലി ലഭിക്കും. ഞാൻ ജോലി ലഭിച്ചു. ഈ സമാധാനപൂർവ്വം ശാന്തവുമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പ്രാർത്ഥിച്ചതാണ്. അതെനിക്ക് കിട്ടുകയില്ലെന്നറിയാം, ഏതെങ്കിലും ഒരു ജോലിയെ കിട്ടുകയുള്ളെന്നറിയാമായിരുന്നു. പക്ഷേ ഞാൻ എന്താണോ പറഞ്ഞത് അത് അത്രമാത്രം മാതാവ് എനിക്ക് അത്രമാത്രം സാധിച്ചു തന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ കാര്യം, ജർമ്മനിയുടെ ഈ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 വർഷം നീണ്ടു നിൽക്കും. എനിക്കിപ്പോൾ തന്നെ 32 വയസ്സുണ്ട്. ഇനി ഞാൻ ഒരു PhD കൂടെ കഴിയുമ്പോഴത്തേക്കും 36-37 വയസ്സാവും. 40 വയസ്സാകുമ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടും എന്നാണ് ചില മെസ്സേജ് എടുക്കുന്നവരൊക്കെ പറയുന്നത്. അത് ശരിയാണ് താനും. 40 വയസ്സാകുമ്പോഴേ എനിക്കൊരു ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് പോകാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഒരു മനസ്സ് കിട്ടുന്നത്. അതിനുള്ള വഴികൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു വഴികളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് ഒരു ജോലി കിട്ടുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളായി. അങ്ങനെ 40 വർഷം എന്നുള്ളത് 8 വർഷം സമയച്ചുരുക്കം നടത്തി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈശോ മാതാവ് വഴി അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതുപോലെ ഈ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. എനിക്ക് പല പ്രാവശ്യം കൊറോണ പിടിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ തൊണ്ടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത തുടങ്ങും. എനിക്ക് അപ്പം ഞാൻ ഉടമ്പടിയുടെ തൈലം എടുത്ത് പുരട്ടിക്കഴിഞ്ഞ ആ ഒരു സമയത്തിൽ ആ കൊറോണയുടെ ആ ഒരു അസ്വസ്ഥത ഇല്ലാതാകും. അങ്ങനെ ഈ നാളുകളിൽ അത്രയും എനിക്ക് ഒരു കൊറോണയോ ഒരു രോഗമോ ഇല്ലാതെ കാത്ത എൻ്റെ യേശുവിന് ഞാൻ 1000 നന്ദി പറഞ്ഞു. അവൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ച് നമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മ മാതാവിനും 1000 നന്ദി. കൃപാസനത്തെക്കുറിച്ച് അജയ് അറിഞ്ഞത് എങ്ങനെയാ? ഒരു വിജാതീയ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് ഉടമ്പടി എന്ന് ആദ്യമേ പറഞ്ഞു. അത് എന്നതാണെന്ന് പിന്നെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടെന്നും ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും ഇവിടെ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടുന്നുവെന്നും മനസ്സിലാക്കിയത്. എന്നാ കൃപാസനത്തോട് ഇവിടെ വന്നത്? ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്തത് 2018 എനിക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ്. വലിയ ദൈവാനുഭവമാണ് കോട്ടയത്ത് നിന്നുള്ള അജയ് ജെയിംസ് തോമസിൻ്റെ വീട്ടിൽ, കുടുംബത്തിലും ജീവിതത്തിലും പരിശുദ്ധമ്മ ചെയ്ത് ഉടമ്പടി ചെയ്ത പിതാവാണ് അജയ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. പക്ഷേ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. അതായത് അമ്മ സാന്നിധ്യത്തിൻ്റെ നിറവ് അത് ഭയങ്കരമാണ്. അതുപോലെ ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ അമ്മ എത്ര വർഷമായിട്ടുള്ളത് വേദനയാണ് തോളിനെ? അത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള മുഴ അത് വളർന്ന് ഒരു വലിയ ഇതായി ഇവിടെ വരെ മുഴയുള്ള ഒരാളെ സ്പർശിക്കുന്നു. അങ്ങനെ അച്ഛൻ വളരെ ഡിസ്ക്രിപ്റ്റ് ചെയ്ത് വളരെ നമ്മളെ തന്നെയാണ് നമുക്ക് എക്സാക്ട്ലി അറിയാം. അതുപോലെ രീതിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബാല്യം മുതലുള്ള തൊഴിലുള്ള വേദനയും മുഴയും എല്ലാം അപ്രത്യക്ഷമായി. ഇനി 2ാമത് പുതിയൊരു പല്ല് കൊടുത്ത്, അതും ബഹുമാനോട് ജോസഫ് അച്ഛൻ ആരാധന സന്ദേശത്തിലാണ്. അതായത്
ഓൺലൈൻ ഉടമ്പടി എടുത്തവരാണെങ്കിലും അനേകർ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നുണ്ട്. പ്രത്യക്ഷീകരണ അൾത്താരയിൽ വന്ന് വാഗ്ദാനപേട പരിശുദ്ധമ്മയുടെ പെട്ടിയിൽ വാഗ്ദാന പേടകത്തിലാണ് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ അർപ്പിച്ചു പോകുന്നത്. അങ്ങനെ അർപ്പിച്ചു പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുമ്പോഴും ഈ സാക്ഷ്യം കേൾക്കുന്നവർ ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ അതീവ ശ്രദ്ധയോടു കൂടിയാണ് സാക്ഷ്യം കേൾക്കേണ്ടത്. അത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനെ വെളിപാട് നൽകും. ആ വെളിപാടാണ് പിന്നീട് സൗഖ്യമായി സന്ദേശമായിട്ട് വിളിച്ചു പറയുന്നത്.